പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ ബദർശുഹദാക്കളുടെ സ്മരിച്ചുകൊണ്ടുള്ള സദസ്സിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മുടെ ഈ സദസ്സിൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സദസ്സിലുള്ള പലർക്കും പലതായ ഉദ്ദേശങ്ങളും പലതായ ആഗ്രഹങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം സഫലീകരിച്ച് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നാം നിലകൊള്ളുന്നത് ദുൽഹിജ്ജ മാസത്തിലാണ്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഹജ്ജ് ചെയ്തു ആ സായുജ്യമടഞ്ഞുകൊണ്ട് അവർ അവരുടെ നാട്ടുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നാം ബദർ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നത്. അവരുടെ ഹജ്ജുകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതോടൊപ്പം നമ്മൾ ഇന്ന് ഹജ്ജ് ചെയ്തവരുടെ ഹജ്ജ് എല്ലാം സ്വീകരിക്കട്ടെ. നമ്മൾക്ക് ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്ക്, ഉംറ ചെയ്യാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെന്നുകൊണ്ട് ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ദുൽഹിജ്ജ അല്ലാഹു യുദ്ധം ഹറാമാക്കിയ മാസമാണ്. ഈ ദുൽഹിജ്ജയ്ക്ക് ശേഷം ഒരു പുതുവർഷമാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത്. മുഹറം ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് അല്ലാഹു മുഹറം മാസത്തെ വിശേഷിപ്പിക്കുന്നത്. അഥവാ അല്ലാഹുവിന്റെ മാസം. അതാണ് മുഹറത്തെ സംബന്ധിച്ച് അല്ലാഹു ദുൽഹിജ്ജയിലെ യുദ്ധം ഹറാമായതുപോലെ തന്നെ മുഹറം മാസത്തിന്റെയും യുദ്ധങ്ങളും മറ്റുമെല്ലാം നിഷിദ്ധമാണ് എന്നുള്ളതാണ്. ഈ മുഹറത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഹിജ്റ വർഷത്തിന്റെ ആരംഭമാണ് മുഹറം. നമ്മുടെ ഒരു വർഷത്തിന്റെ, നമ്മള് മലയാള വർഷം കണക്കൂട്ടുകയാണെങ്കിൽ ചിങ്ങമാസമാണല്ലോ ആദ്യ മാസം വരുന്നത്. കലണ്ടർ പ്രകാരം ജനുവരി മാസമാണ് ആദ്യം. അതേപോലെ ഹിജ്റ വർഷപ്രകാരം മുഹറം മാസമാണ് ആദ്യമായി വരുന്നത്. എന്തുകൊണ്ട് മുഹറം മാസം ഈ വർഷത്തിന്റെ ഹിജ്റ വർഷത്തിന്റെ ആരംഭത്തിൽ വന്നു? എന്തുകൊണ്ട് റബീഉൽ അവ്വൽ വന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമല്ലേ? വിശുദ്ധ റമദാൻ നമ്മൾ നോമ്പ് നിൽക്കുന്ന മാസമല്ലേ? ഹജ്ജിന്റെ മാസമല്ലേ? ദുൽഹിജ്ജ ആദ്യത്തിൽ വന്നിട്ടില്ലല്ലോ, ദുൽഹിജ്ജ അവസാനത്തിലാണല്ലോ വന്നത്. അതിന് ചരിത്രം പറയുന്നു, ഹജ്ജ് കഴിഞ്ഞിട്ട് ലോകത്ത് പണ്ടേ ഹജ്ജുണ്ട്. ആ ഹജ്ജ് കഴിഞ്ഞിട്ട് ലക്ഷോപലക്ഷം ജനങ്ങൾ ലോകത്തിന്റെ അട്ടദിക്കുകളിൽ നിന്നും ഹജ്ജ് കഴിഞ്ഞ് ലക്ഷോപലക്ഷം ജനങ്ങൾ തിരിച്ചു നാട്ടിലേക്ക് പോയി. അവർ പുതുതായ രൂപത്തിൽ പിന്നീട് ജീവിക്കുകയാണ്, പുതിയൊരു വർഷരൂപത്തിലാണ്. അതുകൊണ്ടാണ് മുഹറം മാസം ഹിജ്റ വർഷയുടെ ആരംഭം എന്നുള്ളത് ചരിത്രം പറയും. ഈ ഹിജ്റ വർഷം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 12 മാസങ്ങളുണ്ട്. മുഹറമുണ്ട്, റബീഉൽ അവ്വലുണ്ട്, എല്ലാ മാസങ്ങളും ഉണ്ട്. പക്ഷെ അന്ന് ഹിജ്റ വർഷം ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. അപ്പോൾ ചർച്ച വന്നു, എവിടെ വെച്ച് ഹിജ്റ വർഷയുടെ ആരംഭം കുറിക്കും എന്നുള്ളത്. അത് വർഷം എന്നുള്ളതാണ്, ഹിജ്റ എന്നുള്ളതല്ല. അപ്പൊ പലരും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വലിയൊരു പ്രാധാന്യം കണക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ആ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ കണക്കാക്കിക്കൊണ്ട് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. അതുവരെ 12 മാസങ്ങളുടെ എണ്ണി പോകുന്നതല്ലാതെ ഒരു കണക്കാക്കാൻ പറ്റിയ ഒരു വർഷങ്ങൾ മുൻകാലങ്ങളിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. അപ്പം സ്വഹാബികളുടെ എല്ലാവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷം തുടങ്ങി മുഹറത്തെ ആദ്യത്തെ മാസമാക്കി, മറ്റുള്ളത് 12 മാസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ചരിത്രം. ഈ മുഹറം മാസം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഷഹ്റുല്ലാഹിൽ മുഹറം, വളരെ പ്രത്യേകതകളുണ്ട്. പുരാണ ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി സംഭവങ്ങൾ നടന്ന മാസമാണ് മുഹറം എന്നുള്ളത്. നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ മടിത്തട്ടിൽ വളർന്ന മഹാനാണ്. ആസിയ ബീവിയുടെ മടിത്തട്ടിൽ കളിച്ചു വളർന്ന മഹാനാണ് മൂസാ നബി അലൈഹിസ്സലാം. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകത്വം കിട്ടി, പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറിയപ്പോൾ അന്നെന്തായിരുന്നു? ഫിർഔൻ മൂസാ നബിക്ക് എതിരായി, അഥവാ താൻ പാൽമുട്ടി വളർത്തിയ ആൾക്ക് എതിരായി എന്നർത്ഥം. വിശ്വാസത്തിന്റെ പേരിൽ രണ്ട് ശരിയായി പല നിലക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്നു മൂസാ നബി അലൈഹിസ്സലാം. അവസാനം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി രക്ഷപ്പെടുകയാണ്. ഇത് ഫിർഔനും സംഘവും
നിരവധി അക്രമകാരികൾ മൂസാ നബി അലൈഹി സ്വലാമിനെ ആക്രമിക്കാൻ വേണ്ടി പിന്തുടരുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, രക്ഷപ്പെടാൻ. മൂസാ നബി അലൈഹി സ്വലാമിനെ നദിയിലൂടെ വടി കൊണ്ടടിച്ചു, രക്ഷപ്പെട്ടു. ഫിർഔനും സംഘവും എന്തായി? ആ നൈൽ നദിയിൽ കടന്ന് മുങ്ങി മരിക്കുകയും. ഇത് അക്കാലത്തെ വലിയൊരു സംഭവമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു ഫിർഔനിന്റെ നിന്ന് രക്ഷിച്ചു, ഫിർഔനിനെ അല്ലാഹു നശിപ്പിച്ചു. അതേപോലെ തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ ത്യാഗങ്ങൾ സഹിച്ച മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. മഹാനെ പോലെ ത്യാഗം സഹിച്ച പ്രവാചകന്മാർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മൾ ബോധിഹിയത്ത് അറുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ശരിയല്ലേ അതിലുള്ളത്? അള്ളാഹുവോട് കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു. അവസാനം ഒരു കുട്ടി അള്ളാഹു ആർക്ക് നൽകി? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകി. എന്നിട്ട് എന്തേ അള്ളാഹ് പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞു, ആ കുട്ടിയെ കൊണ്ടുപോയി മക്കയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. ഭാര്യയും ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും മക്കയിൽ ആക്കി. എന്നിട്ട് എന്താ അള്ളാഹുവിന്റെ കൽപ്പന? അന്നത്തെ അനുസരിച്ച് 400 കിലോമീറ്റർ അപ്പുറത്തുള്ള ഫലസ്തീനിലേക്ക് ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി പോകാൻ പറയുകയാണ്. മക്കയിൽ വെള്ളമില്ല, ഒരു അയൽവാസികളില്ല, ഒരു കൂട്ടുകാരില്ല, കാര്യമായി ഭക്ഷണങ്ങളില്ല, ഒരു മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. ആ പ്രദേശത്തേക്കാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ നബി എന്ന് പറയുന്ന ആ ചെറിയ ചോര പൈതലിനെയും എടുത്ത് ഹജറാബി നിൽക്കുന്നത്. അവസാനം അള്ളാഹുവിന്റെ അവരിങ്ങനെ പോവുകയാണ്, ഇങ്ങോട്ട് ഫലസ്തീനിലേക്ക് പോവുകയാണ് ദീനി പ്രവർത്തനത്തിന് വേണ്ടി. ഇതൊക്കെ നിമിഷങ്ങൾ കൊണ്ട്, നമ്മുടെ സംവിധാനങ്ങൾ കൊണ്ട് നമുക്ക് വിവരങ്ങൾ അറിയാം. 4000 കിലോമീറ്റർ ഉണ്ട്, അത് താണ്ടിയാണ് പോകുന്നത്. നടന്നങ്ങനെ പോവുകയാണ്. ഹജറാബി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മാനസികപരമായ വിഷമങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. കാരണം ഭാര്യയെയും കുട്ടിയെയും ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റക്കിട്ടല്ലേ പോകുന്നത്. അവസാനം ഹജറാബി ചോദിക്കുന്നുണ്ട്, ഒന്നിനും മറുപടി അറിയുന്നില്ല. എപ്പോൾ വരും, എങ്ങനെ വരും, ഞങ്ങൾക്ക് എന്തുണ്ടെന്നൊക്കെ വലുതായി ചോദിക്കുന്നുണ്ട്. അവസാനം ചോദിച്ചു, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ അങ്ങ് പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, നഅം, അതെ. ഉടനെ ആ മഹദി പറഞ്ഞു, എന്നാൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. നമ്മൾ നോക്കുക, നമുക്ക് ധൈര്യം വരുമോ? നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഭാര്യക്കും മക്കൾക്കും സുന്ദരമായ വീടും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്തു നമ്മൾ കിടന്നു പോരുന്നത്. എന്നിട്ട് എന്തെല്ലാം വിഷമങ്ങളുണ്ട്? എല്ലാ സാധനവും ഒരുക്കി കൊടുത്തിട്ടല്ലേ, എല്ലാ സംരക്ഷണവും ഉണ്ട്. അല്ലാഹു നോക്കും. ആ കുട്ടിയാണ് പിന്നെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വലിയെറുക്കാൻ പറയുന്നത്. എത്ര വിഷമം ഉണ്ടാകും? അതിൽ നിന്ന് അള്ളാഹു ആദ്യം ചെയ്തു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷിച്ചു. നമുക്കിടയെല്ലാം സുന്നത്ത് കല്യാണം കഴിച്ചത് ഡോക്ടർമാരല്ലേ? അതല്ലെങ്കിൽ അന്നത്തെ കാലത്തുള്ള സംവിധാനം, പ്രായത്തിന്റെ ആളുകളൊക്കെ ഉസ്താദ്മാർ അങ്ങനെ കഴിച്ചിട്ടുണ്ടാകാം, ഡോക്ടർമാരല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചേരാക്രമം നിർവഹിച്ചത് സ്വന്തമായിട്ടാണ്. അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എത്രയും. അങ്ങനെ പല നിലക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ത്യാഗങ്ങൾ സഹിച്ചു. അവസാനം അന്ന് ഭരണാധികാരി നമ്രൂദ് വളരെ ശത്രുതാപരമായിട്ടാണ് നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പീഡിപ്പിച്ചത്. പല നിലക്ക് പീഡിപ്പിച്ചു. അവസാനം എന്തേ ഉണ്ടായത്? നമ്രൂദ് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നശിപ്പിക്കണം, എങ്ങനെയും കൊല്ലണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഭരണാധികാരിയല്ലേ, ഇങ്ങനെ വെട്ടിക്കൊന്നാ മതി, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നാ മതി, അന്നത്തെ പല സംവിധാനങ്ങളുണ്ട്. എന്താ തീരുമാനിച്ചത്? നല്ല ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് തീരുമാനിച്ചു നമ്രൂദ്. അവസാനം നമ്രൂദ് പറഞ്ഞു, തീയിട്ട് നശിപ്പിച്ചു കൊല്ലണമെന്ന് പറഞ്ഞു. ഓർഡർ കൊടുത്തു, പ്രജകൾക്ക് ഓർഡർ കൊടുത്തു. എന്തിനോ? വലിയൊരു മൈതാനം ഉണ്ടാക്കി. ആ മൈതാനത്ത് എന്താ സംഭവിച്ചത്? മൈതാനത്തേക്ക് വിറകുകൾ കൊണ്ടുപോയിടാൻ പറഞ്ഞു. ചരിത്രം പറയുന്നു, ഇബ്നു കസീർ ഇവരുടെയൊക്കെ ചരിത്രത്തിന്റെ അമ്പിയായിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അന്ന് ആളുകൾ നേർച്ചയാക്കിയിരുന്നു എന്നുള്ളത്. എന്ത്? ഈ വിറകുകളൊക്കെ കൊണ്ടുപോയിടാൻ. എന്തിനാ വിറക് കൊണ്ടിരുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ചുടാൻ. അങ്ങനെ വലിയ ഉയരത്തിൽ വിറകുകൾ ശേഖരിച്ചു വെച്ചു. ഒരു തലക്ക് തീ കൊടുത്തു, തീ ആളിക്കത്തി. എന്നിട്ട് വേണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ. അങ്ങനെ വലിച്ചെറിയാൻ ഒരുങ്ങിയപ്പോൾ സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ പരിശ്രമം മൊത്തം ചൂടായി. വലിയ കൂമ്പാരക്കണക്കിന് വിറകുകൾ ശേഖരിച്ചു. ആ വിറകിനാണ് തീ കത്തുന്നത്. നമുക്കറിയാം എത്രമാത്രം ചൂടുണ്ടാകും. അവസാനം ഇബ്ലീസ് പറഞ്ഞു കൊടുത്ത തന്ത്രപ്രകാരം ചാട്ടു ഉപയോഗിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്.
ആ വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം അല്ലാഹുവിന്റെ ഉടനെ കൽപ്പന വന്നു, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹുവിന്റെ കൽപ്പന വന്നു. ഇബ്രാഹിം നബി അലൈഹി സലാം ആ തീക്കുണ്ടാരത്തിലേക്ക് പതിക്കേണ്ട താമസം അല്ലാഹുവിന്റെ കൽപ്പന വന്നു. നീ യാ നാറു കൂനി ബർദം വസലാമൻ, നീ ഇബ്രാഹിം നബി അലൈഹി സലാമിന് രക്ഷയാകണം. രക്ഷ മാത്രമായാൽ പോരാ, ബർദൻ പറഞ്ഞു, അത് ബർദം വസലാം എന്ന് പറഞ്ഞു. ബർദം തണുപ്പാണെന്ന് പറഞ്ഞു. തണുപ്പായ മാത്രം പോരാ, തണുപ്പായ ചിലപ്പോൾ വിറങ്ങലിച്ച് വരിക്കില്ലേ, പോരാ. തണുപ്പായാൽ പോരാ, തീ ചൂടല്ലേ, തണുപ്പായാൽ പോരാ, സലാമൻ, നീ രക്ഷയും കൂടിയാകണമെന്ന് തീയോട് അല്ലാഹുവിന്റെ കൽപ്പന വന്നു. ആ തീ കൽപ്പന സ്വീകരിച്ചു. വിറകുകളെല്ലാം നശിച്ചു, കത്തിച്ചാമ്പലായി. ചരിത്രം പറയുന്നു, അന്ന് ആകാശസീമകളിലോട്ട് വട്ടമിട്ട് പറക്കുന്ന പറവകൾക്ക് സഞ്ചരിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ എന്തായി മുഖപടലങ്ങൾ ഉയർന്നു പൊങ്ങിയിരുന്നു എന്നുള്ളതാണ്. പരിസരത്തുള്ള ചെടികളും മരങ്ങളും എല്ലാം കത്തിച്ചാമ്പലായി പോയി, ഇതിന്റെ ചൂടേറ്റുകൊണ്ട്. അങ്ങനെ എല്ലാവരും കരുതി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മരിച്ചു എന്ന് ഉറപ്പിച്ചു. കാരണം അത്രയും വലിയ തീക്കുണ്ഠാരമല്ലേ. 4 ദിവസം കഴിഞ്ഞു, ആ തീക്കുണ്ഠാരങ്ങളെല്ലാം കെട്ടടങ്ങി ചാമ്പലായി പോയി. അതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്നു എന്നുള്ളതാണ്. അത്ഭുതമായി രക്ഷപ്പെട്ടു വന്നപ്പോൾ ഈ അത്ഭുതം കണ്ടപ്പോൾ നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അത് ഈ മുഹറം മാസത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഈ ശിക്ഷ നൽകിയ നമ്രൂദിനെ അല്ലാഹു നശിപ്പിച്ചു. അതും നമ്മൾ പഠിക്കേണ്ടതാണ്. അന്നത്തെ ഭരണാധികാരിയാണ്, ധിക്കാരിയായിരുന്നു നമ്രൂദ്. ഫിർഔനിനെ നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്രൂദിനെ എങ്ങനെ അല്ലാഹു നശിപ്പിച്ചു? നമ്രൂദ് പറഞ്ഞു, വലിയ ധിക്കാരിയായ നമ്രൂദിന്റെ അടുക്കിലേക്ക് കുറെ പ്രാണികൾ അല്ലാഹു പറഞ്ഞയച്ചു എന്നുള്ളതാണ്. ആ പ്രാണികൾ നമ്രൂദിന് സംരക്ഷണം ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ഭടന്മാരെ എല്ലാവരെയും കുത്തിച്ചാമ്പലാക്കി. അവസാനം അതിൽ നിന്ന് ഒരു പ്രാണി നമ്രൂദിന്റെ മൂക്കിലൂടെ കയറിപ്പോയി എന്നുള്ളതാണ്. മൂക്കിൽ കയറി ചീറ്റി പോന്നില്ല. എത്രമാത്രം നമുക്കറിയാതെ മൂക്കിനുള്ളിലേക്ക് ചെറിയ കടലാസിന്റെ കഷ്ണങ്ങൾ പോയാൽ മതിയല്ലോ, എന്തൊരു പ്രയാസമാണ്. നമ്രൂദിന്റെ മൂക്കിലേക്ക് കയറിപ്പോയി. നമ്രൂദ് എത്രമാത്രം ചീറ്റുന്നുവോ അതിനനുസരിച്ച് മേലോട്ട് പോയി അങ്ങനെ മൂർധാവിലേക്ക് എത്തി എന്നുള്ളതാണ്. അന്ന് കഴിക്കുന്ന എല്ലാവിധ ചികിത്സകളും നടത്തി നോക്കി, ഒരു നിലക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 400 വർഷത്തോളം ഈ നമ്രൂദിന്റെ തലയോട്ടിക്കകത്ത് ഈ ഈച്ച വിപ്ലവം സൃഷ്ടിച്ചു. അവസാനം നമ്രൂദ് പറഞ്ഞു, ഇനി എനിക്ക് സാധ്യമല്ല, നിങ്ങൾ എന്റെ തലയോട്ടി പൊട്ടിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, ആ എന്റെ തലയോട്ടിയിരിക്കേണ്ട ജീവനോടെ കിടക്കുന്ന ആ പ്രാണിയെ നിങ്ങൾ പറത്തണമെന്ന് പറഞ്ഞു. അവസാനം ഭരണാധികാരിയുടെ കൽപ്പന പ്രകാരം തലയോട്ടി അടിച്ചു പൊട്ടിച്ചു. നമ്രൂദ് മരിച്ചു, പ്രാണി ജീവനോടെ കൂടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ശിക്ഷ നോക്കണം. അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ശിക്ഷ. അപ്പൊ ഇതൊക്കെ മുഹറം മാസത്തിലാണ് നടന്നത്. അപ്പൊ ഇങ്ങനെ പലതായ പ്രത്യേകതകൾ ഈ മുഹറം മാസത്തിലുണ്ട്. ഈ മുഹറം മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. മുഹറം മാസത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം. മുഹറം 1 മുതൽ 10 വരെ പ്രത്യേകമായി നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ നോൽക്കണം. 1 മുതൽ 10 വരെ നോൽക്കാൻ കഴിയില്ലെങ്കിൽ 9-നും 10-നും നോൽക്കണം. 10-ന് ആണ് നമ്മുടെ നോൽക്കൽ ഏറ്റവും പുണ്യമുള്ളത്. 9-ന് നോൽക്കണം. എന്തിന് 9-ന് നോൽക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളിങ്ങനെ പല ആളുകളും കൺഫ്യൂഷൻ ആക്കുന്ന കാര്യങ്ങളാണ്. 10-ന്റെ അന്ന് നോറ്റു. അപ്പോൾ 10-ന്റെ അന്ന് നോറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് 10-ന്റെ നോമ്പ് നോറ്റപ്പോൾ എന്ത് പറഞ്ഞു? അന്നത്തെ പരിസരത്തുള്ള അന്നത്തെ മറ്റുള്ള സമുദായക്കാർ അവരും നോമ്പ് നോൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരോട് നിങ്ങൾ എന്തിനു നോൽക്കുന്നു നോമ്പ്? ഞങ്ങളുടെ പ്രവാചകനായ മൂസയെ അല്ലാഹു രക്ഷിച്ചത് ഈ മാസത്തിലാണ്, അതുകൊണ്ട് മൂസയോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാം നിങ്ങളെക്കാൾ കടപ്പാട് നമുക്കാണ്, അതുകൊണ്ട് നമ്മൾ നോമ്പ് വെക്കുന്നു. അവരോട് എതിരാകാൻ വേണ്ടി 9-ന് അന്ന് നോമ്പ് നോൽക്കണം. അപ്പൊ നമ്മൾ അതിന് നമുക്ക് പഠിക്കാൻ പാഠമുണ്ട്. എന്ത്? മറ്റുള്ള ഒരു സമുദായത്തോടോ മറ്റുള്ള വിഭാഗങ്ങളോടോ നമ്മൾ ഒരു നിലക്കും സാമ്യപ്പെട്ടു പോകരുത് എന്ന് ഈ മുഹറം 9-ന്റെ നോമ്പിലൂടെ നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചില കളറുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കും. അവരുടേതായ ആഘോഷത്തിന്റെയും അവരുടേതായ ആചാരത്തിന്റെയും ആരാധനയുടെ ഒക്കെ ഭാഗമായി. അപ്പൊ അങ്ങനത്തെ ചിലപ്പോൾ ഡ്രസ്സുകളോ കാര്യങ്ങളോ നമ്മൾ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത് എന്നതിൽ നമുക്ക് പാഠം പഠിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് 9-ന് നോൽക്കുക, 10-ന് നോൽക്കുക. ഇപ്പൊ എന്തെങ്കിലും കാരണത്താൽ 9-ന് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല നോക്കുക. എന്നിരുന്നാലും ഈ 10-ന് മാത്രം നോക്കുന്ന വിഭാഗം ഉണ്ടല്ലോ, അവരോട് എതിരാകുക എന്നുള്ള നിലക്ക് 9-ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ
11-ന്റെ എന്തെങ്കിലും നോമ്പ് നോൽക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം അത് ഇപ്പോൾ റമദാൻ നമ്മുടെ ഭാര്യമാരോടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. റമദാനിലൊക്കെ കളായി പോയി സ്വാഭാവികമായിട്ടും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. ആ നോമ്പുകളൊക്കെ കളായി വീട്ടാനും ശ്രമിക്കണം. അപ്പൊ മുഹറത്തിന് നിരവധി മഹത്വങ്ങളുണ്ട്, ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. അല്ലാഹു നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ കേൾക്കുന്നവരെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.